വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ കൂടുതൽ നടപടികളിലേക്ക് SIT, അമ്പാടിമുക്ക് സഖാക്കൾ, പോരാളി ഷാജി എന്നീ ഇടത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ ചോദ്യം ചെയ്യും. സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണെന്ന് SIT കണ്ടെത്തിയിരുന്നു. ദിൽഷ തലേനുമായി ചേർന്നു. ദിൽഷ, ഈ റിബേഷ് രാമകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയത് ഈ വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ്. വടകര വാട്സാപ്പ് ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ്, ആരുടെ ഗ്രൂപ്പാണ്? ഹാഷ്മി, വടകര സ്ക്വാഡ് എന്ന് പറയുന്നത് വടകരയിലെ തന്നെ DYFI നേതാക്കൾ അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പാണ്. ഇതിൽ നിന്നുമാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് SIT സംഘത്തിൻ്റെ കണ്ടെത്തൽ. എന്നാൽ ഗ്രൂപ്പിലേക്ക് എങ്ങനെ ആ സ്ക്രീൻഷോട്ട് എത്തിയെന്ന് ഉള്ളതിലേക്കാണ് ഇനി അന്വേഷണം നീങ്ങുന്നത്. എന്തായാലും SIT സംഘം കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ റിബേഷ് രാമകൃഷ്ണന് പിന്നാലെ അതുൽ, അതുപോലെ തന്നെ ചില ഇടത് സൈബർ ഗ്രൂപ്പുകളിലെ അഡ്മിന്മാർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ അമ്പാടിമുക്ക് സഖാക്കൾ, അതുപോലെ തന്നെ പോരാളി ഷാജി എന്നീ ഗ്രൂപ്പ് അഡ്മിനുകളെ കൂടെ ചോദ്യം ചെയ്യും. ആദ്യം ഇവരെയാണ് ചോദ്യം ചെയ്യുക. കാരണം ഇവരിൽ നിന്നാണ് വളരെ പെട്ടെന്ന്, ഈ ഗ്രൂപ്പുകളിൽ നിന്നാണ് വളരെ പെട്ടെന്ന് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് പോയിരിക്കുന്നത് എന്നാണ് SIT സംഘത്തിൻ്റെ കണ്ടെത്തൽ. മാത്രമല്ല മെറ്റയോട് കൂടി കൂടുതൽ വിവരങ്ങൾ വീണ്ടും ചോദിക്കാനിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മെറ്റയ്ക്കും ഈ SIT സംഘം നോട്ടീസ് അയക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഈ ഒരു ഇടത് സൈബർ കേന്ദ്രങ്ങൾ കൂടി കേന്ദ്രീകരിച്ച് ഈ അന്വേഷണം കൂടുതൽ വിപുലീകരിക്കുകയാണ് SIT സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, വടകര തെരഞ്ഞെടുപ്പിൽ തലേനാളാണ് അങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായത്. കാഫർ സ്ക്രീൻഷോട്ട് എന്ന് പിന്നീട് അറിയപ്പെട്ടത്. DYFI റിബേഷ് രാമകൃഷ്ണൻ വരെ എത്തി നിൽക്കുകയായിരുന്നു പോയ സർക്കാരിൻ്റെ കാലത്തെ അന്വേഷണം. അതിൽ നിന്ന് ഒരു പടി കൂടി പിന്നിലേക്ക് പോകുന്നുണ്ട്. അത് റിബേഷ് കിട്ടിയ വാട്സാപ്പ് ഗ്രൂപ്പ്, വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് റിബേഷ് കിട്ടിയത് എന്ന കാര്യം വ്യക്തമാകുന്നു. ഇനി അത് പിന്നിലേക്ക് എത്രത്തോളം പോകുന്നു അന്വേഷണ സംഘം എന്നത് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.